ഇന്നലെ ഈ ന്യൂസ് വന്നപ്പോൾ തൊട്ടിക്ക് വേറെ ജില്ലക്കാരായ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പിള്ളേരെല്ലാം കൂടി എനിക്കെടുത്ത് അയച്ചത് നിസാരം പപ്പടത്തിന് അടിപൊളിയല്ലേ, പിന്നെ ഐസ്ക്രീമിന് അടിപൊളി എന്താന്ന് പറഞ്ഞത്, പിന്നെ പപ്പടം ഞങ്ങളുടെ അല്ല കേട്ടോ, അതും കൂടി ഏറ്റെടുക്കാനുള്ള ത്രാണ് ഞങ്ങൾക്കില്ല. ഒന്നാതെ ഞങ്ങൾക്ക് ഊക്ക് കിട്ടി ഞങ്ങൾ അങ്ങ് ബഹിരാകാശത്ത് എത്തിയിട്ടുണ്ട്. ഇനി അവിടുന്ന് പോകാൻ സ്ഥലമില്ല. അതുകൊണ്ട് തന്നെ വേറെ ജില്ലക്കാരുടെയും കൂടെ ഏറ്റെടുത്ത് വാങ്ങി നടത്താനുള്ള പ്രാരാബ്ദമൊന്നും ഞങ്ങൾക്കില്ല. അത്രയും വേണ്ട ഞങ്ങൾക്ക്. പിന്നെ നമുക്ക് ഇത്ര ഊക്ക് കിട്ടുമ്പോൾ ബാക്കി 13 ജില്ലക്കാർ എല്ലാവരും മിസ്റ്റർ പെർഫെക്റ്റ് ആണെന്നുള്ള ചിന്ത വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലങ്ങളിൽ അടി നടക്കുന്നുണ്ട്, ഇടി നടക്കുന്നുണ്ട്, ബോംബൊക്കെ പൊട്ടിക്കുന്നുണ്ട്, ഇടി എല്ലാം നടക്കുന്നുണ്ട്. അതൊന്നും ഊക്കി എടുത്തുകൊണ്ടൊന്നും മെഴുക്കി എടുത്ത് നമുക്ക് നിങ്ങളെ ഊക്കാൻ വയ്യ. കാരണം ഞങ്ങൾ തന്നെ ഊക്കി വാങ്ങി നമുക്ക് അതിൻ്റെ വിഷമം അറിയാം. ബാക്കി ജില്ലക്കാർ വന്ന് നമ്മളിങ്ങനെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വിഷമം അറിയാം. പത്രക്കാരായാലും ഇൻഫ്ലുവൻസേഴ്സ് ആയാലും അവർക്ക് ഇടുമ്പോഴത്തേക്കും അവർക്ക് കിട്ടുന്ന റീച്ച് ഉണ്ട്. നമ്മൾ കൊല്ലുന്ന പേര് അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് കുറച്ച് റീച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ ഇങ്ങനെ എടുത്ത് തീയിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു 10 ദിവസം 15 ദിവസം ആൾക്കാർ ഓർത്തിരിക്കുമായിരിക്കും. അത് കഴിഞ്ഞാൽ എല്ലാവരും മറക്കും. പക്ഷെ ഒരു നെഗറ്റീവ് അത് വർഷങ്ങളോളം ഇങ്ങനെ ഓർത്തിരിക്കും. അതുപോലെയാണ് ഞങ്ങളുടെ കൊല്ലംകാരുടെ അവസ്ഥ. എത്ര പോസിറ്റീവ് ചെയ്തെന്ന് പറഞ്ഞാലും ഇതൊന്നും എണ്ണി പറയേണ്ട ആവശ്യമൊന്നും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. ചുമ്മാ അങ്ങോട്ട് തന്നില്ല ഇങ്ങോട്ട് തന്നില്ല എന്ന് പറഞ്ഞിട്ട് അടിയുണ്ടാക്കുന്ന ടീംസ് അല്ല ഞങ്ങൾ. നമ്മളിപ്പം ഒരാളടുത്ത് പുതിയ ആളുടെ കൊല്ലം ആ നാടെന്ന് പറയുമ്പോഴത്തേക്ക് ഇവർക്കും കൊല്ലംകാരാണല്ലേ എന്ന് നമ്മളെന്തോ ഇവരെ പിടിച്ച് അടിക്കാൻ പോകുന്ന നമുക്ക്. നമ്മൾ അങ്ങനെയൊന്നും അല്ല. നമ്മൾ പാവങ്ങളാ, നമ്മൾ മനുഷ്യന്മാരാ കേട്ടോ. ഇനി ഇങ്ങനൊന്നും പറഞ്ഞ് നോക്കാനൊന്നും വരല്. ഓക്കെ, ഗുഡ്.